ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ബമ്പർ പോളിംഗ് നേട്ടമാകുമെന്ന അവകാശവാദവുമായി NDAയും ഇന്ത്യ സഖ്യവും രംഗത്തുണ്ട്. ഇതിനിടയിൽ SIR നടപടിയുടെ വിജയമെന്ന അവകാശവാദമുയർത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷനും രംഗത്തിറങ്ങിക്കഴിഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 31 ലക്ഷം വോട്ടർമാരാണ് അധികമായി വോട്ട് ചെയ്തത്. സ്ത്രീകൾ കൂട്ടത്തോടെ വോട്ട് ചെയ്യാനെത്തിയത് NDAയുടെ അനുകൂല വിധിയെന്നാണ് BJPയുടെ വിലയിരുത്തൽ. NDA വാഗ്ദാനം പൊള്ളയാണെന്നും ഉയർന്ന പോളിംഗ് നിരക്ക് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയാക്കാനാണെന്നുമാണ് കോൺഗ്രസ് നേതാക്കളുടെ വാദം. പോളിംഗ് നിരക്കിലെ വർധനയെ പുകഴ്ത്തിയാണ് ഹിന്ദി ദിനപത്രങ്ങൾ ഇന്ന് വാർത്തകൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ബീഹാറിലെ സുപോൾ ജില്ലയിൽ നിന്ന് ധനസുമോദ് ഞങ്ങളുടെ ഡൽഹി ബ്യൂറോ ചീഫിനോടൊപ്പം ചേരുന്നു. ധനസുമോദ്, സത്യത്തിൽ എന്താണ് ബീഹാറിൽ സംഭവിച്ചത്? 40 ലക്ഷത്തിലധികം ആളുകൾ പുറത്തുപോയ SIRന് ശേഷം നടക്കുന്ന വോട്ടെടുപ്പിലാണ് ഇത്രയും ടേൺ ഔട്ട് ഉണ്ടാവുന്നത്, ഇത്രയും അധികം വോട്ടുകൾ വരുന്നത്. ഓഫ് കോഴ്സ് അതിനകത്ത് 10-25 ലക്ഷം ആൾക്കാരെ പുതുതായി ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ സംഭവിച്ചത് എന്താണ്? അതിനെക്കുറിച്ചുള്ള വിവിധ കേന്ദ്രങ്ങളുടെ വിലയിരുത്തലും കോൺഫിഡൻസും എന്താണ്? നിഷാദ്, നമ്മൾ ഇപ്പോൾ ഈ സുപോൾ ജില്ലയിൽ നിന്ന് ഇവിടെ ഇറങ്ങിയ എല്ലാ വർത്തമാന പത്രങ്ങളും വാങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ പത്രങ്ങളുടെ ഒന്നാമത്തെ തലക്കെട്ട് തന്നെ ഇങ്ങനെയാണ്: ഈ ഐതിഹാസികമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടന്നത്. 2020 അപേക്ഷിച്ച് 31 ലക്ഷം വോട്ടർമാർ അധികം ചേർന്ന് വോട്ട് ചെയ്തിരിക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് കാര്യം. ഈ 48 ലക്ഷം പേരാണ് ഈ SIR നടപടികളിലൂടെ അവരെ പുറത്ത് കളഞ്ഞത്. അതിനുശേഷം നടന്ന ഒരു പോളിംഗിലാണ് ഇത്രയും വലിയ നിരക്ക് ഉണ്ടായിരിക്കുന്നത്. 2020 ആയപ്പോൾ 2 കോടി, അതായത് ഒന്നാം ഘട്ടം തെരഞ്ഞെടുപ്പിൽ 2,08,76,953 പേരാണ് വോട്ട് ചെയ്തെങ്കിൽ ഇത്തവണ 2025 ആയപ്പോൾ 2,40,58,811 പേർ വോട്ട് ചെയ്തു എന്നാണ് എല്ലാ പത്രങ്ങളും ഇവിടെ എഴുതിയിരിക്കുന്നത്. മാത്രമല്ല, ഇതിന് ഐതിഹാസികമെന്ന് വിശേഷിപ്പിക്കുന്നതിന് അവർ പ്രധാനമായിട്ടുള്ള ഒരു മാറ്റം കൂടി പറയുന്നുണ്ട്. കാര്യം പലപ്പോഴും ഇത്രയും വലിയ പോളിംഗ് വലിയൊരു പോളിംഗ് നടത്തി കഴിയുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ടാകുന്നത് ഈ ഭരണകക്ഷിക്ക് എതിരായിട്ടായിരിക്കും. ഒരു വിധിയെഴുത്താണ് സാധാരണ എല്ലായിടത്തും ഈ പോളിംഗ് ഉയരുന്നത് കാണിക്കുന്നത്. പക്ഷേ ബീഹാറിലേക്ക് വന്നു കഴിയുമ്പോൾ ബീഹാറിൽ പല ഘടകങ്ങൾ ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. കാര്യം ഇവിടെ നമ്മൾ നേരത്തെ BJP നേതാക്കന്മാരുടെയും കോൺഗ്രസിൻ്റെയും RJDയുടെയും പ്രാദേശിക നേതാക്കന്മാരുമായി സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് BJP ആണെങ്കിൽ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ വീതം ഇട്ടുകൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പോളിംഗിന് എത്തിയത്, പുരുഷന്മാരെക്കാൾ ഏറ്റവും കൂടുതൽ പോളിംഗിന് എത്തിയിരിക്കുന്നത് സ്ത്രീകളാണ്. സ്ത്രീകളുടെ വോട്ട് തങ്ങൾക്ക് അനുകൂലമാണെന്നാണ് പറയുന്നത്. അതേസമയം ഇവിടെ ബിറോസ്ഗാരി, അതായത് തൊഴിലില്ലായ്മയാണ് ഏറ്റവും വലിയ പ്രശ്നമെന്നാണ് RJD പറയുന്നത്. അതുകൊണ്ട് തന്നെ RJD നേതാവായിട്ടുള്ള തേജസ്വി യാദവ് നൽകിയിരിക്കുന്ന വാഗ്ദാനമുണ്ട്: ഒരു വസതിയിൽ ഒരാൾക്കെങ്കിലും സർക്കാർ ജോലി നൽകിയിരിക്കുമെന്ന്. അതുകൊണ്ട് ആ തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വാഗ്ദാനങ്ങൾ കേട്ടാണ് ആൾക്കാർ എത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇതിനു മുമ്പ് പോളിംഗ് ഏറ്റവും ഉയർന്നത് കാണിച്ചിരുന്നത് 2000-ലായിരുന്നു. അന്ന് 2000-ൽ ചെയ്ത പോളിൽ വലിയ ഭൂരിപക്ഷവും നേടി ലാലു പ്രസാദ് യാദവ് മുഖ്യമന്ത്രിയാകുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ട് അധികാരം RJDക്കും, RJD നേതാവ് മുഖ്യമന്ത്രിയാകും എന്നുള്ള, ഈ തേജസ്വി യാദവ് മുഖ്യമന്ത്രിയാകും എന്നുള്ള ഒരു അവകാശവാദം തന്നെയാണ് അവർ ഉന്നയിക്കുന്നത്. പക്ഷേ ഇതിനെ സ്വാധീനിക്കുന്ന മറ്റു ചില ഘടകങ്ങളുണ്ട്. കാര്യം ഈ ഛഠ് പൂജ എന്ന് പറയുന്നത് ബീഹാറിലെ വലിയ ഉത്സവമാണ്. നമ്മുടെ നാട്ടിലെ ഒരു ഓണം പോലെയാണ്. അതുകൊണ്ട് പലരും മറ്റു സ്ഥലങ്ങളിൽ, അന്യസംസ്ഥാനങ്ങളിൽ പോയി തൊഴിലെടുക്കുന്ന, കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തൊഴിലെടുക്കുന്നവർ നാട്ടിലേക്ക് വരുന്നൊരു സമയമാണ്. അതുമായി ബന്ധപ്പെട്ട് ഛഠ് പൂജ കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാണ് വോട്ടിംഗ് ഉണ്ടായത്, വോട്ടെടുപ്പ് നടന്നത്. അതുകൊണ്ട് ഈ പുറത്തുപോയവരുടെ ഒരു വോട്ടിംഗ് വലിയ തരത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പ്രധാനമായി പറയുന്നത്. ഇതുകൂടാതെ മൂന്നാമത് ഒരു പാർട്ടി ഉദയം ചെയ്തിട്ടുണ്ട്. 1 വർഷം പ്രായമായിട്ടുള്ള ജൻസുരാജ് പാർട്ടി, പ്രശാന്ത് കിഷോറിൻ്റെ. അങ്ങനെ ആ ഒരു ഗ്രാമതലത്തിൽ മാത്രമല്ല, ഈ ജനസുരാജിന് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് പട്ടണങ്ങളിലാണ്, നഗരപ്രദേശങ്ങളിലാണ്, ചെറുപ്പക്കാരിലാണ്. അതുകൊണ്ട് ചെറുപ്പക്കാർ കൂട്ടത്തോടെ, സാധാരണ ചെറുപ്പക്കാർ അല്ലെങ്കിൽ പട്ടണത്തിലുള്ളവർ വോട്ട് ചെയ്യാൻ അവർക്ക് ഒരു താല്പര്യം ഉണ്ടാകുന്നതല്ല. പക്ഷേ ഇത്തവണ അത് താല്പര്യം കാണിച്ചിരിക്കുന്നത് ജനസുരാജ് പാർട്ടിയോടുള്ള ഒരു താല്പര്യം കൂടിയാണ്. ഇങ്ങനെ ഒരു 3-4 ഘടകങ്ങളാണ് പ്രധാനമായും ഇവിടെ ചൂണ്ടിക്കാട്ടുന്നത്. പക്ഷേ ഇവിടെ ഈ സാധാരണ പാർട്ടികൾ അവകാശവാദം ഉന്നയിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാര്യം ഏതൊരു പാർട്ടിയും അവർ രാഷ്ട്രീയ പാർട്ടികളായതുകൊണ്ട് അവരുടെ ഒരു വിജയമാണ് എന്ന തരത്തിലാണ് അവകാശവാദം ഉന്നയിക്കുന്നത്. പക്ഷേ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത രീതിയിൽ തങ്ങളുടെ വിജയമാണ് എന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും
ഇവിടെ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. കാര്യം SIR നടപടികൾ ശരിയാണ്. SIR നടപടികളിലൂടെ ശരിവെച്ചത് മൂലം കട്ട് ചെയ്തത് അത് റദ്ദാക്കിയിരിക്കുന്നത് മരിച്ചവരുടെയും സ്ഥലത്തില്ലാത്തവരുടെയും കുറേ വോട്ടുകളാണ്. അതുകൊണ്ട് യഥാർത്ഥ വോട്ടർമാർ വന്ന് വോട്ട് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വോട്ടിംഗ് രീതി വളരെയധികം മുന്നോട്ട് പോയത് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. പക്ഷേ രാഹുൽ ഗാന്ധി പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. BJP നേതാക്കളടക്കം ഡൽഹിയിൽ വോട്ട് ചെയ്ത, നിയമസഭയിൽ വോട്ട് ചെയ്ത അതേ നേതാക്കന്മാർ തന്നെ ബീഹാറിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയൊരു അട്ടിമറി തന്നെ BJP നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പോളിംഗ് നിരക്ക് ഇത്രയേറെ വർദ്ധിക്കാൻ കാരണം എന്ന് അങ്ങനെ പല തരത്തിലുള്ള ഘടകങ്ങളാണ് ഇവിടെ ഉയർന്നു കേൾക്കുന്നത്.